എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നത് കുഞ്ഞാപ്പിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ തന്നെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സമയം വേണം. എന്നാൽ അത്രയും സമയം എടുത്ത് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അവനക്കൊന്നും വേണ്ട. അവന് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഒന്നും ഇഷ്ടമല്ല. ഒന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ അവന് ഏറ്റവും ഇഷ്ടം. എനിക്ക് അവൻ്റെ വായി വരെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇറക്കാൻ അവൻ തന്നെ തീരുമാനിക്കണം. ഒന്നെങ്കിൽ വായിൽ അവൻ വാങ്ങിക്കില്ല, അല്ലെങ്കിൽ അവൻ തുപ്പിക്കൊണ്ടേയിരിക്കും. ഇത് തന്നെ പരിപാടി. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കൂടി മുറിച്ച് കിടന്ന ഒരു നേരത്തെ ഭക്ഷണം അവൻ ഞാൻ തിന്നാൻ വേണ്ടി കൊടുക്കുന്നത്. എല്ലാവർക്കും ഇത് വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരാറില്ല എന്നുള്ളതാണ് സത്യം. എവിടെയെങ്കിലും തിരക്ക് പിടിച്ച് പോകാനായി റെഡിയാകുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നാറ്. രാവിലെ 8:15 സ്കൂൾ ബസ് വരും. 7:30 മുതൽ കഴിക്കാനിരുത്തിയാലാണ് ഒരു വിധത്തിൽ തല്ലിപ്പിടിച്ച് 8 മണിയാകുമ്പോഴെങ്കിലും 2 വായ്ക്ക് കഴിച്ച് കിട്ടുള്ളൂ. എത്ര നിർബന്ധിച്ചാലും അവന് തോന്നാതെ അവൻ ഒരു വാ പോലും വാങ്ങാൻ തയ്യാറാവില്ല. ചിലപ്പോൾ ഒക്കെ നമുക്ക് നല്ല വിഷമം വരും ഇവനിങ്ങനെ ഒട്ടും കഴിക്കാതെ വാശി കാണിക്കുമ്പോൾ. ആദ്യം കൊടുത്തിട്ട് കഴിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ഫോണിൽ അവന് ഇഷ്ടമുള്ള പാട്ട് കാണിച്ചു കൊടുത്തു നോക്കും. അവന് തോന്നിയ ചിലപ്പോഴൊക്കെ അതും കണ്ടുകൊണ്ട് 1-2 വാ കഴിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ഫോൺ കണ്ടും കഴിക്കാൻ അവൻ കൂട്ടാക്കാറില്ല. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പം ഞാൻ അവനെ എടുത്തുകൊണ്ട് നടന്ന് കഴിക്കാൻ കൊടുക്കല പതിവ്. നമുക്കവനെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഒത്തിരി നേരം എടുത്തു പിടിച്ച് കഴിക്കാൻ കൊടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒട്ടും കഴിക്കാതെ വന്നാൽ ഇതല്ലാതെ വേറെ എന്താ ചെയ്യുക? അങ്ങനെ വെള്ളം കാണിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കാണിച്ചാലൊക്കെ ചിലപ്പോഴൊക്കെ കുറച്ചൊക്കെ കഴിക്കാൻ കൂട്ടാക്കും. വെള്ളം കാണിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ അറിയാതെയൊക്കെ കഴിച്ചു പോകും. ഇപ്പോൾ അവൻ തന്നെ പൈപ്പ് തുറക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാപ്പിൻ്റെ അവിടെ പോയി കാണിക്കുമ്പം ആ പൈപ്പ് തുറന്നുകൊണ്ട് അറിയാതെ കുറച്ചൊക്കെ തിന്നും. ഒട്ടും കഴിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയാക്കി വിടുന്ന സമയത്തൊക്കെ കൂടുതലും ഞാനിങ്ങനെ എടുത്തു പിടിച്ച് കൊടുക്കാറുള്ളൂ വേഗം കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കുറേ സമയം അവനെങ്ങനെ ഒക്കത്ത് വയ്ക്കുമ്പോൾ നമുക്ക് നടുവിന് നല്ല ബുദ്ധിമുട്ടാണ്. അവനൊന്ന് ഒരു നേരം കഴിക്കാൻ കൊടുത്ത് അവനെ അങ്ങ് ഇരുത്തുമ്പോഴേക്കും എൻ്റെ നടു ഇങ്ങനെ മരവിച്ചിരിക്കുമായിരിക്കും. ഇവനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമ്പം എല്ലാവരും ചോദിക്കാറുണ്ട് നടുവേദന ഉണ്ടോ എന്ന്. അത് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, അതെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. എന്നെപ്പോലുള്ള ഓരോ അമ്മമാരും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നോ. ശരിക്കും പറഞ്ഞാൽ 10 മക്കളെ വളർത്തിയെടുക്കുന്ന അത്രയേ കഷ്ടപ്പാടുണ്ട് ഈ ഒരാളെ നമുക്ക് വളർത്തിയെടുക്കാൻ. ഇതിപ്പോൾ ഒരു നേരം കഴിക്കാൻ നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുമ്പം ഒരു 3-4 നേരം കഴിക്കാൻ കൊടുക്കലും അതുപോലെ അവനെ കുളിപ്പിക്കൽ, അവനെ ഓരോ സ്ഥലങ്ങളിലേക്ക് എടുത്തുകൊണ്ട് നടക്കൽ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഓരോ അമ്മമാരും. കുഞ്ഞാപ്പിയുടെ സ്കൂളിലായാലും അതുപോലെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുന്ന സ്ഥലത്തായാലും അങ്ങനെ ഒത്തിരി അമ്മമാർ എൻ്റെ കൂട്ടുകാരായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ചെറു പുഞ്ചിരിയോടെ അല്ലാതെ ആരെ ഇന്നേക്ക് വരെ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിൽ എത്ര വിഷമം ഉണ്ടെങ്കിലും പുറത്ത് പുഞ്ചിരിക്കാൻ കഴിയാമെന്ന് വെച്ചാൽ അത് നിസ്സാരമല്ല. ചിലപ്പം ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്ക് ദൈവം തന്നിട്ടുള്ള ഒരു കഴിവായിരിക്കും ഒരു പക്ഷേ അത്.